A+2 സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI എല്ലാ വായ്പകൾക്കും പലിശ നിരക്ക് വർദ്ധിപ്പിച്ച വിവരമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. 0.5% മുതൽ 0.10% വരെയുള്ള വർധനവ് വന്നു കഴിഞ്ഞു. ഇങ്ങനെ വർധനവ് വന്നതോടുകൂടി തിരിച്ചടവിനുള്ള EMI നിരക്കിൽ വർധനവും വന്നിരിക്കുകയാണ്. പുതിയ പലിശ നിരക്ക് പ്രകാരം ഒരു ദിവസം 8.10% പലിശ നിരക്കാണ് നമ്മളിൽ നിന്നും ഈടാക്കുക. ഒരു മാസത്തേക്ക് 8.35% പലിശ നിരക്ക് ഈടാക്കും. 3 മാസത്തേക്കാണെങ്കിൽ 8.40% നമ്മൾ അടയ്ക്കേണ്ടി വരും. 6 മാസത്തെ നിരക്ക് പറയുകയാണെങ്കിൽ 8.75% നിരക്കാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വർഷത്തേക്ക് 8.85%, 2 വർഷത്തേക്ക് 8.95%, 3 വർഷത്തേക്ക് 9% പുതിയ പലിശ നിരക്ക്. ഇപ്പോൾ ഈ മാനദണ്ഡം നിശ്ചയിക്കുന്നതിന് MCLR മാർജിനൽ കോസ്റ്റ് ഓഫ് ലെൻഡിംഗ് റേറ്റ് നിരക്കാണ് വർദ്ധിപ്പിച്ചത്. ഇത് പ്രകാരം പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. അതനുസരിച്ചിട്ടുള്ള വർധനവും EMIയിൽ പ്രകടമാകും. നേരത്തെ തന്നെ 0.10% പലിശ നിരക്ക് SBI കൂട്ടിയതിനെ തുടർന്ന് മറ്റ് ബാങ്കുകളും സമാനമായ നിരക്ക് വർധനവ് നടപ്പിലാക്കിയിരുന്നു. ഒരു വർഷ കാലാവധിയുള്ള വായ്പകളുടെ പലിശയിൽ 0.10% വർധനവ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ പലിശ 8.85% ആയി ഉയരും എന്നുള്ളതും മനസ്സിലാക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മാസം, 3 മാസം, 6 മാസം, 2 വർഷം കാലാവധിയിലുള്ള വായ്പകൾക്കും 0.10% പലിശയാണ് ഉയർത്തിയത്. അത് പ്രകാരമാണ് നേരത്തെ പുതിയ പലിശ നിരക്കുകൾ വിവരിച്ചത്. എന്തായാലും ജനങ്ങളുടെ മേൽ പുതിയ പലിശ നിരക്ക് വർധനവ് വരുത്തിയതോടുകൂടി SBI തുടക്കമിട്ടു എന്ന് പറയാം. ബാക്കി ബാങ്കുകളുടെ പലിശ നിരക്കും വൈകാതെ ഇതുപോലെ ഉയരും എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു.